ആശാനെ, കാര്യം എയർഫോഴ്സ് ആണെങ്കിലും പട്ടാളവും തോക്കും ഇത് രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ ഒരു ഡ്രൈവറാ സാറേ. പക്ഷെ ഈ സാധനം എനിക്ക് പേടിയാ മാഷേ. ഓ, അതങ്ങ് മാറ്റിയപ്പം മസിലൊക്കെ ഒന്ന് അയഞ്ഞ്. മസിലയഞ്ഞപ്പോ ദേ വേറൊരു പാര. ഇവിടെയാണ് നേരവും വെളുത്തല്ലോ. അയ്യോ, എന്താണ് 1+2 മൊത്തം 3. ഓ, ഞാനിവിടെ ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടലിൽ നിർത്തി കാര്യം സാധിക്കാം. ലുങ്കി സോപ്പ് വീണ്ടാത്താ. പെട്ടിയുടെ താക്കോല്ലാതേല താഴെ ഭയങ്കര തിരക്ക്. പട്ടാള വന്ന് പറഞ്ഞപ്പോ അമ്മര് മോളിൽ തന്ന് ഇപ്പൊ വരാം. ഈ വണ്ടി വന്നാൾ ഏത് റൂമില്? 203. ஆமாண்டி, 7 மணிக்கெல்லாம் வந்தாச்சுங்க. ஓ, என்ன வேணாலும் சொல்லு நீ. சொல்லுங்க. ஏய், அப்படியெல்லாம் பேசக்கூடாது. പൊണ്ടാട്ടി പൊണ്ടാട്ടി സാധനം പാണ്ടിയ. ചിക്കിലി കൊടുത്ത് ഒഴിവാക്കാൻ നോക്കി, അവള് വിട്ടില്ല. മടവിധി. ചൊല്ല. நான் சொன்னேன், நீ எடுத்துட. அதை கொடுத்துட, அது பிரச்சனை இல்ல. எல்லாம் ஃபேமிலி மேட்டர்ஸ் தானே, எதுக்கு இப்ப பேசுறான்? அவனே அந்த திருட்டு மூஞ்ச பார்க்காத. Dracula, the Prince of Darkness. പക്ഷേ അത് നിനക്ക് ചേരില്ല, എനിക്ക് ചേരും. ബിക്കോസ് ഐ ആം ദ ഒറിജിനൽ. എന്നെ കണ്ടപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഞെട്ടുന്നു. അയ്യോ പാവം, ഇതെന്തു ഡ്രാക്കുള? ഇത് വെറും ലോക്കൽ അല്ലേ? മാക്സിമം ഒരു 6 കൊല്ലയുടെ റേഞ്ച് വരും. പിശാചുക്കളെ നാറ്റിക്കാനുണ്ടായ അശു. ജെമിനി വില്യംസ് എൻകൗണ്ടർ, അത് അവരുടെ കുടുംബകാര്യം. നമുക്കൊരു കാര്യമില്ല, പക്ഷെ യവന് കാര്യമുണ്ട്. എന്റെ ചോറാണ് മാഷേ. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊന്ന് വഴി തെറ്റി. വഴി കണ്ടുപിടിച്ചവൻ അടുത്ത ഡ്രാക്കുള കയറി പറ്റി. തട്ടിക്കളയാന്ന് പറഞ്ഞല്ല ഞാൻ. സമ്മതിച്ചില്ല, അനുഭവിക്കും. സർവീസിലായിരുന്നപ്പോ എന്റെ ബോസ് ആയിരുന്നു വില്യംസ്. ഇപ്പൊ ഞങ്ങൾ സുഹൃത്തുക്കളാ. 2 മുതലാളിമാർ തമ്മിലുള്ള സ്നേഹബന്ധം. അതർമാൻസ് മണിയിലാണ് രണ്ടിന്റെയും കളി. അങ്ങനെ നിനക്ക് തോന്നാം, ജെമിനിയുടെ കാശിൽ വില്യംസിന്റെ കളി, നന്ദുവിന്റെ കാശിൽ എന്റെ കളി. യു ആർ റൈറ്റ്. നന്ദു പോയ വേറൊരു നന്ദു, ജെമിനി പോയ വേറൊരു ജെമിനി. പക്ഷെ അവരുടെ പണം അത് പോകാൻ പാടില്ല. അന്നത്തെ എന്റെ അതേ അവസ്ഥയിലാണ് വില്യംസും. ജെമിനി വിവാഹിതയാവുന്നു, തൊപ്പിക്കാരൻ ഒഴിഞ്ഞേ പറ്റൂ. പക്ഷെ ഞാൻ അന്ന് ചെയ്യാൻ മടിച്ചത് വില്യംസ് ചെയ്തു. ജെമിനിയെ കൊല്ലാൻ ഒരാൾ. സോ ഐ സെൻഡ് ഹിം. എന്ത് കാര്യം? ചിക്കിലി മുഴുവൻ കൊണ്ടുപോയില്ലേ? സഞ്ചിയിൽ എത്ര ബാക്കി? വാടക കൊലയാളിക്ക് എസ്കോട്ട് വന്നത് വില്യംസിനെ വളർത്താനല്ല. ഐ നോ യു ആർ ഹിയർ വിത്ത് ഫാദർ വർഗീസ്. തീരെ പ്രതീക്ഷിക്കാതെ ഒരാൾമാരായിട്ട് നടന്നപ്പോ ഐ കെപ്റ്റ് എ ലോ പേസ്. വില്യംസിന്റെ മുന്നിൽ നീ കൊടുങ്ങുമെന്ന് ഞാൻ കരുതി. ഇല്ല, സക്സസ് എപ്പോഴും നിന്റെ കൂടെ ആയിരുന്നു. ഓക്കെ, അത് ദൈവനിശ്ചയം. ഈ പണം നിന്റേതാണ്. പോരെങ്കിൽ പറയാം, ഫോർഗെറ്റ് ഹിം. അവന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്തോളാം. ബട്ട് അപ്പുവിനെ എനിക്ക് വേണം. ഐ നോ ഹി ഈസ് സിക്ക്. വില്യംസ് എല്ലാം എന്നോട് പറഞ്ഞു. ലോകത്തെവിടെയെങ്കിലും ഒരു ചികിത്സ ഉണ്ടെങ്കിൽ അത് അപ്പുവിനെ കിട്ടിയിരിക്കും. അവൻ ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പു ഇല്ലെങ്കിൽ എനിക്ക് നന്ദുവില്ല. നന്ദു അത് കോടികളുടെ ഒരു പ്രസ്ഥാനമാണ് ദേവരാജ. ഇനി അത് വിട്ടുകളിക്കാൻ ഞാൻ തയ്യാറല്ല. വില്യംസ് ഉടനെ എത്തും. Then we are moving to Holy Angels. അപ്പു എന്റെ കൂടെ. യു ആർ ഫ്രീ. ശങ്കരന്റെ മരണവുമായി നിനക്ക് പിന്നെ യാതൊരു ബന്ധവുമില്ല. വാക്കാണ്. ഫ്രീ ഫോർ എവർ.
അപ്പോ എല്ലാം ഓക്കെ ആണല്ലോ. ആ അപ്പൊ എല്ലാം പറഞ്ഞു. സിസ്റ്റർ വറിച്ചൻ റൂമിലുണ്ടോ? ചാപ്പലിലുണ്ട്. ഒരു ഗസ്റ്റ് വന്നിരുന്നു കുമ്പസാരിക്കാൻ. ആരാ ഗസ്റ്റ്? കണ്ടിട്ട് പരിചയം തോന്നിയില്ല. പറഞ്ഞ പോലെ അയാൾ വന്ന് വണ്ടിയും കാണുന്നില്ലല്ലോ. പോയായിരിക്കും. വറിച്ച ഞാനാ. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല വറിച്ച. ഞാൻ അപ്പൂനെ കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാ. വറിച്ച വറിച്ച അപ്പോ
ഹലോ Acha, അപ്പു. Acha, are you all right? Can you hear me? യെസ്. നീ എവിടെയാ? അറിയില്ല, എവിടെയോ. അച്ഛാ, how is വറീച്ചൻ അങ്കിൾ? അങ്കിളിനെ ഒരുപാട് തല്ലി. അപ്പു. ഹലോ വില്യംസ്. ജെമിനി മദ്രാസിൽ എത്തിയിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. Where is she? വില്യംസ്. I will kill your son. എന്നോട് നീ പണം വാങ്ങിയത് ജെമിനിയെ കൊല്ലാനാണ്. ഡു ഇറ്റ്. എന്റെ ആൾക്കാരെ നീ കൊലയ്ക്ക് കൊടുത്തു. അതിനുള്ള ചെറിയ ശിക്ഷ വറീച്ചൻ. സോ ഡു ഇറ്റ്. വില്യം സാറിന്റെ ഫാം ഹൗസ് അല്ലേ ഇത്? അതെ. ആരാ? ഞാൻ പുതിയ വാച്ച്മാൻ. ഹലോ, എന്തായി? ഹലോ ഹലോ ഹലോ. വില്യംസ്, നമുക്ക് ഈ കളി മതിയാക്കാം. രോഗിയാണ് എൻ്റെ മകൻ. എനിക്കിവനെ രക്ഷിച്ചേ മതിയാവും. ഞങ്ങളൊരു യാത്രയിലാണ്, ജീവിതത്തിലേക്കുള്ള മടക്കയാത്ര. ഞാൻ, അപ്പു, നന്ദു. വഴി മുടക്കരുത്. ഒരു ദുർബല നിമിഷത്തിൽ നിന്നോട് വാങ്ങിയ പണം, ശാപം കിട്ടിയ പണം. ടേക്ക് ഇറ്റ് ബാക്ക്. ദയവ് ചെയ്ത് പിന്തുടരരുത്. നമുക്ക് തമ്മിൽ ശത്രുതയില്ല. സത്യം. ലെറ്റ് മീ ലീവ്. എനിക്കും ജീവിക്കണം.
മാടത്തക്കിളി മാനത്തെന്തു വിശേഷം ചൊല്ലുക മാനത്തെന്തു വിശേഷം മാനത്തിൽ ഒരു കാർനിഴലെന്നാലേനത്തിൽ കാറ്റു